സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് സോഷ്യൽ മീഡിയയിൽ രൂപം കൊണ്ട കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. നിയമപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം എക്സ് പ്ലാറ്റ്ഫോം അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇത്തരമൊരു നടപടി തങ്ങൾ മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നതായി പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത് ദീപക് പ്രതികരിച്ചു. എക്സിൽ വലിയ ജനപ്രീതി ഉണ്ടായിരുന്ന അക്കൗണ്ടാണ് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്. രാജ്യത്തെ പരമോന്നത നീതിന്യായ പീഠത്തിൽ നിന്ന് യുവാക്കൾക്കെതിരെ ഉണ്ടായ ഒരു പരാമർശം എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ രാഷ്ട്രീയ മൂവ്മെന്റായി മാറിയെന്നതിന്റെ കൃത്യമായ പശ്ചാത്തലമാണ് ഈ ഭാഗം വിശദീകരിക്കുന്നത്. നിയമപരമായ വിമർശനങ്ങൾക്കപ്പുറം ആക്ഷേപഹാസ്യത്തിന്റെ മൂർച്ചയേറിയ ആയുധമാണ് യുവാക്കൾ ഇവിടെ പ്രയോഗിച്ചത്. കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയിൽ ചില കേസുകളുടെ വാദങ്ങൾ നടക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് രാജ്യത്തെ യുവാക്കൾക്കെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തിയത്. ഒരു പണിയുമില്ലാതെ ചില യുവാക്കൾ ഇന്ന് സമൂഹത്തിനുണ്ടെന്നും അവരിൽ ചിലർ മാധ്യമപ്രവർത്തകരും മറ്റു ചിലർ സോഷ്യൽ മീഡിയ RTI ആക്ടിവിസ്റ്റുകളുമായി ചമഞ്ഞ് സമൂഹത്തെ നിരന്തരം ആക്രമിക്കുകയാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ഇത്തരക്കാർ വെറും കോക്രോച്ചുകളും പരാന്നഭോജികളുമാണെന്ന അദ്ദേഹത്തിന്റെ പ്രയോഗമാണ് പിന്നീട് വലിയ രീതിയിലുള്ള ജനരോക്ഷത്തിന് കാരണമായത്. തൊഴിലില്ലായ്മയും വ്യവസ്ഥിതിയുടെ പരാജയങ്ങളും നേരിടുന്ന തലമുറയെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ അധിക്ഷേപിച്ചത് വലിയ ചർച്ചയായി. പരമ്പരാഗതമായ തെരുവ് പ്രതിഷേധങ്ങൾക്കോ മുദ്രാവാക്യങ്ങൾക്കോ മുതിരാതെ ഡിജിറ്റൽ യുഗത്തിലെ യുവാക്കൾ ഈ ആക്ഷേപത്തെ ഒരു രാഷ്ട്രീയ പ്രതിരോധമാക്കി മാറ്റി. അദ്ദേഹത്തിന് മറുപടിയായി എക്സ് പ്ലാറ്റ്ഫോമിൽ ആരംഭിച്ച ഔദ്യോഗിക ആക്ഷേപഹാസ്യ കൂട്ടായ്മയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. യുവാക്കൾക്ക് വേണ്ടി യുവാക്കളാൽ എന്ന ശക്തമായ മുദ്രാവാക്യം ഉയർത്തുന്ന ഈ കൂട്ടായ്മ തങ്ങളെ വിശേഷിപ്പിച്ചത് സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേസി എന്നാണ്. ഒരു ട്രോൾ പേജ് എന്നതിനപ്പുറം വ്യക്തമായ ആശയങ്ങളോടെയാണ് ഈ ഡിജിറ്റൽ പാർട്ടി മുന്നോട്ട് പോയത്. നിലവിലത്തെ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതിയും ഭരണാധികാരികളും ശ്രദ്ധിക്കാൻ മറന്നുപോയ സാധാരണക്കാരായ മടിയന്മാരുടെയും തൊഴിൽ രഹിതന്മാരുടെയും യഥാർത്ഥ ശബ്ദമാണ് തങ്ങളെന്ന് CGP അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കുറിച്ചിട്ടുണ്ട്. വിലക്ക് നേരിടുമ്പോഴും സോഷ്യൽ മീഡിയയിൽ വൻ സ്വാധീനമാണ് ഈ ഡിജിറ്റൽ കൂട്ടായ്മയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ വിലക്ക് വീഴുമ്പോൾ 1,65,000 ഫോളോവേഴ്സ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് എക്സിൽ ഉണ്ടായിരുന്നു. എക്സ് അക്കൗണ്ട് പൂട്ടിയെങ്കിലും 12 മില്യൺ ആളുകൾ ഫോളോ ചെയ്യുന്ന അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇപ്പോഴും സജീവമാണ്. വെറുമൊരു ട്രോൾ പേജ് എന്നതിനപ്പുറം കൃത്യമായ മാനിഫെസ്റ്റോയും ഇവർ പുറത്തിറക്കിയിരുന്നു. ക്യാബിനറ്റ് പദവികളിൽ സ്ത്രീകൾക്ക് 50% സംവരണം, ചീഫ് ജസ്റ്റിസുമാരുടെ വിരമിക്കലിന് ശേഷം രാജ്യസഭാ പദവികൾ നിരോധിക്കുക, പാർട്ടി മാറുന്ന ജനപ്രതിനിധികൾക്ക് 20 വർഷത്തെ വിലക്ക് തുടങ്ങിയ സുപ്രധാന രാഷ്ട്രീയ ആവശ്യങ്ങൾ അവരുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു. കോടതി പരാമർശങ്ങൾക്കെതിരെ ജനാധിപത്യമായ രീതിയിൽ ആക്ഷേപഹാസ്യത്തിലൂടെ പ്രതികരിച്ച ഒരു അക്കൗണ്ടിന് വിലക്ക് വീണത് ഡിജിറ്റൽ ലോകത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് ഒരു വിഭാഗം ഇതിനെ കാണുന്നത്. എക്സ് അക്കൗണ്ട് നിരോധിച്ചെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തങ്ങളുടെ ഡിജിറ്റൽ പ്രതിരോധം തുടരുമെന്നാണ് യുവാക്കളുടെ ഈ കൂട്ടായ്മ വ്യക്തമാക്കുന്നത്.